Dr. Viktor Frankl, an expert in psychiatry and neurology, a survivor of 4 concentration camps, he says, man is capable of defying and braving even the worst conditions conceivable. Man is ultimately self-determining, and he has the capacity to rise above any situations. So you can recondition yourself, rewire yourself, reprogram yourself if it is programmed negatively. മൂന്നാം ദിവസം ഡേ 1, ഡേ 2 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് എല്ലാ ദിവസവും നാം ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ പറയാം, ഇന്നലെ ചെയ്ത കാര്യങ്ങൾ എങ്ങനെ പറയാം, നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെ പറയാം എന്നുള്ളതാണ്. ട്രൈ, ട്രൈഡ്, ട്രൈഡ്. ട്രൈ മീൻസ് ശ്രമിക്കുക. ഡെയിലി ഐ ട്രൈ ടു സ്പീക്ക് ഇംഗ്ലീഷ്. എല്ലാ ദിവസവും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. യെസ്റ്റർഡേ ഐ ട്രൈഡ്. ഇന്നലെ ഞാൻ ശ്രമിച്ചു. ടുമോറോ ഐ വിൽ ട്രൈ. നാളെ ഞാൻ ശ്രമിക്കും. ഡ്രീം, ഡ്രെംറ്റ്, ഡ്രെംറ്റ്. ഡ്രീം മീൻസ് സ്വപ്നം കാണുക. ഐ ഡ്രീം വെരി റെയർലി. ഞാൻ റെയറായേ സ്വപ്നം കാണാറുള്ളൂ. ഐ ഡ്രീം വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വല്ലപ്പോഴും മാത്രമേ ഞാൻ സ്വപ്നം കാണാറുള്ളൂ. ഐ ഡ്രെംറ്റ് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടു. ഐ വിൽ ഡ്രീം ടുമോറോ. നാളെ ഞാൻ സ്വപ്നം കാണും. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഐ ഡ്രൈവ് മൈ കാർ ഡെയിലി. എല്ലാ ദിവസവും ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട്. ബട്ട് ബിക്കോസ് ഓഫ് ഹെവി ട്രാഫിക് ഐ ആം സിക്ക് ആൻഡ് ടയേർഡ്. ഹെവി ട്രാഫിക് കാരണം ഞാൻ മടുത്തു. ഐ ആം ഫെഡ് അപ്പ്. സിക്ക് ആൻഡ് ടയേർഡ് മീൻസ് മടുത്തു. ഐ ഡ്രോവ് മൈ കാർ യെസ്റ്റർഡേ. ഐ വിൽ ഡ്രൈവ് മൈ കാർ ടുമോറോ. നാളെ ഞാൻ ഡ്രൈവ് ചെയ്യും. ഞാൻ ബൈക്ക് ഓടിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ റൈഡ്, റോഡ്, റിഡൻ. ഐ റൈഡ് മൈ ബൈക്ക് ഡെയിലി. എല്ലാ ദിവസവും ഞാൻ ബൈക്ക് ഓടിക്കാറുണ്ട്. ഐ റോഡ് ഞാൻ ഓടിച്ചു. ഐ വിൽ റൈഡ് ഞാൻ ബൈക്ക് ഓടിക്കും. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. എല്ലാ ദിവസവും ഞാൻ പാല് കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് മിൽക്ക്. ഐ ഡ്രാങ്ക് മിൽക്ക് യെസ്റ്റർഡേ. ഐ വിൽ ഡ്രിങ്ക് മിൽക്ക് ടുമോറോ. സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്. എല്ലാ ദിവസവും ഞാൻ പഠിക്കാറുണ്ട്. ഐ സ്റ്റഡി ഇംഗ്ലീഷ് എവറി ഡേ. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ് ASAP. ASAP മീൻസ് ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് ഞാൻ ഇംഗ്ലീഷ് പഠിക്കും. ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ് ASAP. പ്ലീസ് സെൻഡ് മീ ദി ആപ്ലിക്കേഷൻ ASAP. എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ അയച്ചു തരിക. റീച്ച്, റീച്ച്ഡ്, റീച്ച്ഡ്. ഐ റീച്ച് മൈ ഓഫീസ് ഇൻ ടൈം യൂഷ്വലി. എല്ലാ ദിവസവും ഞാൻ ഓഫീസിൽ ഇൻ ടൈമിൽ എത്താറുണ്ട്. ഇൻ ടൈം മീൻസ് കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ്. 10 മണിയാണ് സമയമെങ്കിൽ 9:55 എത്താറുണ്ട്. അതാണ് ഇൻ ടൈം. ഐ റീച്ച്ഡ് മൈ ഓഫീസ് ഓൺ ടൈം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഓഫീസിൽ ഓൺ ടൈമിൽ എത്തി. മീൻസ് എക്സാക്റ്റ് ടൈം, കൃത്യസമയത്ത്. 10 മണിക്കാണെങ്കിൽ 10 മണിക്ക്, ഓൺ ദ ഡോട്ട്. ടുമോറോ ഐ വിൽ റീച്ച് ഓഫീസ് ഇൻ ഗുഡ് ടൈം. നാളെ ഞാൻ ഓഫീസിൽ ഇൻ ഗുഡ് ടൈമിൽ എത്തിച്ചേരും. മീൻസ് പ്ലെൻറ്റി ഓഫ് ടൈം. മീൻസ് ഒരു ഹാഫ് ആൻ അവർ ബിഫോർ ഐ വിൽ റീച്ച് മൈ ഓഫീസ്. ഇനി സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഹീ, ഷീ, ഇറ്റ് തുടങ്ങിയവ സബ്ജക്റ്റായി വരുമ്പോൾ വെർബിൻ്റെ കൂടെ യെസ് ഓർ ഇഎസ് ചേർക്കണം. ഡെയിലി ഐ ഡ്രിങ്ക് മിൽക്ക്, ബട്ട് മൈ മദർ ഡ്രിങ്ക്സ് മിൽക്ക്. ഐ റൈഡ് മൈ ബൈക്ക്, മൈ ബ്രദർ റൈഡ്സ് ഹിസ് ബൈക്ക്. ഐ ഡ്രൈവ് മൈ കാർ, മൈ ഫാദർ ഡ്രൈവ്സ് ഹിസ് കാർ. ഐ ട്രൈ ടു സ്പീക്ക് ഇംഗ്ലീഷ്, മൈ സിസ്റ്റർ ട്രൈസ് to speak English. I study English. My mother studies English. ഇനി ഇവയുടെ നെഗറ്റീവുകൾ എങ്ങനെ ഉപയോഗിക്കാം? ഐ ഡ്രൈവ്. ഐ ഡോണ്ട് ഡ്രൈവ്. ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല.
I ride my bike. I don't ride my bike. She sings. She doesn't sing. She eats chapati. She doesn't eat chapati. I don't know. എനിക്കറിയില്ല. എ ബി സി ഓഫ് സംതിങ് മീൻസ് പ്രൈമറി നോളജ്, പ്രാഥമികമായിട്ടുള്ള അറിവ്. എനിക്ക് മാത്സിൻ്റെ എ ബി സി ഡി അറിഞ്ഞുകൂടാ. ഐ ഡോണ്ട് നോ എ ബി സി ഓഫ് മാത്സ്. അവൾക്ക് ഇംഗ്ലീഷിൻ്റെ എ ബി സി ഡി അറിഞ്ഞുകൂടാ. ഷീ ഡസൻറ്റ് നോ എ ബി സി ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ എ ബി സി എന്നുവരെ ഉപയോഗിക്കുകയുള്ളൂ. മലയാളത്തിൽ നമ്മൾ എ ബി സി ഡി എന്നുപയോഗിക്കും. ഇനി നാം പഠിക്കുന്നത് പ്രസൻറ്റ് ടെൻസിലെ എല്ലാ ചോദ്യങ്ങളുമാണ്. പാസ്റ്റ് ടെൻസിലെ ചോദ്യങ്ങൾ നാം ഡേ 2 പഠിച്ചു. ഡു യു കോൾ യുവർ ഫ്രണ്ട്? യെസ്, ഐ കോൾ. നീ ഫ്രണ്ടിനെ വിളിക്കാറുണ്ടോ? ഞാൻ വിളിക്കാറുണ്ട്. അവൻ നിന്നെ വിളിക്കാറുണ്ടോ? ഡസ് യുവർ ഫ്രണ്ട് കോൾ യു? യെസ്, ഹീ കോൾസ് മീ. അവൻ എന്നെ വിളിക്കാറുണ്ട്. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? നോ, ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഐ സ്പീക്ക് മലയാളം. ഡസ് യുവർ മദർ സ്പീക്ക്? അമ്മ സംസാരിക്കാറുണ്ടോ? നോ, ഷീ ഡസൻറ്റ് സ്പീക്ക് ഇംഗ്ലീഷ്. ഡു യു ഗോ ടു മൂവീസ് ഓൺ സൺഡേയ്സ്? നിങ്ങൾ ഞായറാഴ്ചകളിൽ മൂവീസിന് പോകാറുണ്ടോ? യെസ്, വി ഗോ. ഡസ് യുവർ ഫ്രണ്ട് ഗോ? നിൻ്റെ ഫ്രണ്ട് പോകാറുണ്ടോ? യെസ്, ഹീ ഗോസ്. വെൻ ഡു യു ഗോ ടു ഓഫീസ്? എപ്പോഴാണ് നീ ഓഫീസിൽ പോകുന്നത്? ഐ ഗോ ടു ഓഫീസ് അറ്റ് 9 AM. ഹൗ ഡു യു ഗോ? നീ എങ്ങനെയാണ് പോകാറ്? ഐ ഗോ ബൈ കാർ. ഹൗ ഡസ് ഹീ ഗോ? അവൻ എങ്ങനെയാണ് പോകാറുള്ളത്? ഹീ ഗോസ് ബൈ ഹിസ് ബൈക്ക്. വിത്ത് ഹും ഡു യു ഗോ ടു ഓഫീസ്? ആരുടെ കൂടെയാണ് ഓഫീസിൽ പോകുന്നത്? ഐ ഗോ വിത്ത് മൈ ഫ്രണ്ട്. വിച്ച് ഡു യു പ്രിഫർ? ഇതിലേതാണ് നീ പ്രിഫർ ചെയ്യുന്നത്? ഐ പ്രിഫർ ദിസ് വൺ. ഡു യു സ്മോക്ക്? പുകവലിക്കാറുണ്ടോ? നോ, ഐ ഡോണ്ട് സ്മോക്ക്. ഡസ് ഹി ഡ്രിങ്ക് ആൽക്കഹോൾ? അവൻ മദ്യപിക്കാറുണ്ടോ? നോ, ഹി ഡസൻറ്റ് ഡ്രിങ്ക് ആൽക്കഹോൾ. ഡു ദേ വിസിറ്റ് യുവർ ഹോം? അവർ നിൻ്റെ വീട് സന്ദർശിക്കാറുണ്ടോ? യെസ്, ദേ വിസിറ്റ്. ഡു യു ഈറ്റ് നോൺ വെജ്? നീ നോൺ വെജ് കഴിക്കാറുണ്ടോ? നോ, ഐ ഡോണ്ട് ഈറ്റ്. ഡസ് ദ ബസ് സ്റ്റോപ്പ് ഹിയർ? ബസ് ഇവിടെ നിർത്താറുണ്ടോ? യെസ്, ദ ബസ് സ്റ്റോപ്സ് ഹിയർ. വെയർ ഡു യു ഗോ ഡെയിലി? എവിടെയാണ് നീ എല്ലാ ദിവസവും പോകുന്നത്? ഐ ഗോ ടു പാർക്ക്. ഹും ഡു യു മീറ്റ് എവറി ഡേ? നീ എല്ലാ ദിവസവും ആരെയാണ് കാണാറുള്ളത്? ഐ മീറ്റ് മൈ ഫ്രണ്ട്സ്. വൈ ഡു യു ലൈക്ക് ഇറ്റ്? ഐ ലൈക്ക് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഡെലിഷ്യസ്. ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. What do you do in the evenings? I read books in the evenings. What does he do? He practices or does yoga. Why do you shout always? I shout because I am hot-tempered. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ്. Why does she shout always? She doesn't shout always. She is ഗുഡ് നേച്ചേർഡ്. അവൾ അങ്ങനെ ഷൗട്ട് ചെയ്യാറില്ല. അവൾ നല്ലൊരു പ്രകൃതമുള്ള സ്ത്രീയാണ്. വാട്ട് ഡു യു മീൻ? ഐ മീൻ യു ഓട്ട് ടു ലവ് യുവർ കൺട്രി. നീ നിൻ്റെ രാജ്യത്തെ സ്നേഹിക്കണം. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് എ നാസ്റ്റി ട്രിക്ക്. ഇത് വളരെ മോശമായിട്ടുള്ള ഒരു ട്രിക്ക് ആണ്. ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്? ഇതിന് എത്ര വില വരും? ഇറ്റ് കോസ്റ്റ് ₹5,000. വാട്ട് ഡു യു തിങ്ക് ഐ ഷുഡ് ഡു? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ചിന്തിക്കുന്നത്? യു ഷുഡ് ഗോ ഫോർ ഫർദർ സ്റ്റഡീസ്. വാട്ട് ഡു യു ഡു? ഐ ആം എ ടീച്ചർ. വാട്ട് ഡസ് ഹി ഡു? ഹി ഈസ് ആൻ എൻജിനീയർ. വാട്ട് ഡു യു വോണ്ട്? ഐ വോണ്ട് യുവർ അഡ്വൈസ്. ഇനി ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് ചോദിക്കാൻ, ഇതിനുവേണ്ടി നാം ഒരു പ്രത്യേക എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. വാട്ട് ദ ഹെൽ ഡു യു മീൻ? എന്താണ് നീ അർത്ഥമാക്കുന്നത്? വാട്ട് ദ ഹെൽ ഡു യു വോണ്ട്? എന്താണ് നിനക്ക് വേണ്ടത്? ഇനി സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇവിടെ ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ നാം വിൽ ഉപയോഗിക്കുന്നു.
നമുക്കൊരു കോൺവെർസേഷൻ സ്റ്റൈലിൽ പഠിക്കാം. വിൽ യു കം ടുമോറോ? ഐ ഹാവ് അതർ ഫിഷ് ടു ഫ്രൈ. എനിക്ക് വേറെ പണിയുണ്ട്. ഐ ഹാവ് ബെറ്റർ തിങ്സ് ടു ഡു. വെൻ വിൽ യു റീച്ച് ഹിയർ ഇഫ് യു കം? ഇഫ് ഐ കം ഐ വിൽ റീച്ച് ഹിയർ 9 o'clock ഷാർപ്പ്. നാം സാധാരണയായിട്ട് ഷാർപ്പ് 9 o'clock എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ഇംഗ്ലീഷിൽ പറയേണ്ടത് 9 o'clock ഷാർപ്പ്. വെയർ വി വിൽ മീറ്റ്? We will meet in the park. What will you bring? I will bring vegetable fried rice. I will be a little late. How long will you wait? ഞാൻ കുറച്ച് സമയം ലേറ്റ് ആകും. നീ എത്ര സമയം വെയിറ്റ് ചെയ്യും? You take your own time. How will you manage? നീ എങ്ങനെ മാനേജ് ചെയ്യും? I will manage. You don't worry. Who will look after your grandfather? My mother will look after. How will you convince your mother? എങ്ങനെ അമ്മയെ കൺവിൻസ് ചെയ്യും? She is very supportive. Will you help me? Why not? Won't you help me? Of course, I will help you. What will happen? Nothing will happen. Will Raju and Nalini come? No, they eloped. How long will it take to reach back your home? എത്ര സമയമെടുക്കും തിരിച്ചെത്താൻ? It will take 1 hour. How long will your new coconut tree take to bear fruit? നിങ്ങളുടെ പുതിയ തെങ്ങ് ഫലം പുറപ്പെടുവിക്കാൻ എത്ര നാളെടുക്കും? bear fruit means ഫലം പുറപ്പെടുവിക്കുക, കായ്ക്കുക. It will take 3 years to bear fruit. അത് കായ്ക്കാൻ 3 വർഷമെടുക്കും. bear അർത്ഥം കരടി, വഹിക്കുക, സഹിക്കുക. ഈ വാക്കിൽ നിന്നാണ് unbearable അസഹനീയം, bearer, supplier എന്ന വാക്കുകൾ വന്നിരിക്കുന്നത്. വേറെ ഒരു വേർഡുണ്ട് BARE. bear means നഗ്നമായ. സെൻറ്റൻസ്: സോക്രട്ടീസ് വാസ് barefoot. സോക്രട്ടീസ് നഗ്നപാതനായിരുന്നു. ഈ പാഠഭാഗം ആവർത്തിച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 4-ാം ദിവസത്തെ പാഠം വളരെ എളുപ്പമാകുകയും 30 ദിവസങ്ങൾ കൊണ്ട് വളരെ മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഓൾ ദ ബെസ്റ്റ്.